കോയക്ക ഇല്ല നിങ്ങള്? ഹലോ കോയക്ക 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 എന്താണ് എന്താ വിളിക്ക് ബഹളം വെച്ച കേക്കണ്ട എത്ര നേരം വിളിക്കുന്ന ഇവിടുന്ന് വിളിക്ക് കോയാക്കടിച്ച് ചെരുപ്പോലെയല്ലേ ഈ ചെരുപ്പോലെയല്ലേ എന്താ വിളിക്ക് കോയാക്കാനെ വിളിക്ക് വിളിക്ക് കോയാക്കാനെ വിളിക്ക് ആടാടെ വെക്ക കോയാക്ക വരട്ടെ എന്താ എന്നെ തിരിഞ്ഞിക്കോ ഇവിടെ ഇവിടാ എന്താ എന്താ എന്നെ തിരിഞ്ഞിക്കാരാന്നുള്ളേ എന്തപ്പ അന്നക്ക് അറിയാണ്ടിരിക്കോ സുഗതന്റെ കുട്ടീനെ എനിക്ക് അറിയാണ്ടിരിക്കോ എന്താ എനിക്ക് പറ്റിയത് അതവിടെ അതവിടെ വെക്ക നിങ്ങൾ എന്ത് വർത്താൻ എന്റെ അച്ഛനോട് പറഞ്ഞേ എന്താ പറഞ്ഞ കുട്ടി എന്റെ അച്ഛനെ ഞങ്ങള് കൂട്ടുകാരല്ലേ എന്റെ അച്ഛൻ കഴിഞ്ഞ 2-3 ദിവസമായിരിക്കും പനിച്ചിട്ട് ചുമച്ചിട്ട് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഗുളിക എഴുതി കൊടുത്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ പിന്നെന്താണ് അത് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്താ ഞാൻ മേടിച്ചു വെച്ചിട്ടില്ല അത് അവിടെയാണ് കൊടുത്തേക്കണേ മെഡിക്കൽ ഷോപ്പില് എന്റെ അച്ഛൻ എന്റെ പൊരയിലേക്ക് ഒരു ഈച്ച കാരി വന്നാൽ അതിന്റെ വിശപ്പടക്കുന്ന ആളാ എന്റെ അച്ഛൻ ഈച്ചനെ തിന്നണ് പോനെ ഈച്ചനെ തിന്ന് വിശപ്പടക്ക് പറഞ്ഞിട്ട് എന്താ അവര് കഴിക്കാൻ ഇവിടെ നോക്കിങ്ങള് ഇന്നിപ്പോ എന്റെ അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് എന്താണ് അച്ഛൻ മരുന്ന് കുടിച്ചിട്ട് ഒരു കുഴപ്പം വരില്ല ഇപ്പൊ സീരിയസ് ആയിട്ട് ആശുപത്രിയാണ് എന്റെ അച്ഛനായിട്ട് എന്തെങ്കിലും പറ്റിയാല് നിങ്ങൾ ഇനി റോഡ് കൂടി പോകുന്ന ആൾക്കാരോട് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്നെ മനസ്സിലായിക്കില്ല എന്താ കുട്ടി പറഞ്ഞ വേറെ പറഞ്ഞാ മനസ്സിലായി ഞാൻ അപ്പ ആ ഗുളിക കഴിച്ചിട്ട് ഇപ്പൊ എന്റെ അച്ഛൻ ബാക്കി ഉണ്ടാവൂല നിങ്ങൾക്ക് തിരിഞ്ഞിക്കില്ല എന്റെ അച്ഛനായിട്ട് എന്തെങ്കിലും പറ്റിയാല് എന്റെ അച്ഛൻ മരിക്കട്ടെ മരിച്ചിട്ട് ഒരു ബെരുത്തൂടി വരുന്നുണ്ട് മരിക്കാൻ വേണ്ടി കാത്തിക്കാണ് അന്ന് സമ്മതിക്കൂല എന്റെ കുട്ടിയത് ഇനിയും ബാ ഇല്ലാത്ത ഓരോ കഥയും പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് പറയാൻ മനസ്സിലായി ഇനി മേലാലുകള് ഇമാതിരി തലയെ കെട്ടും കെട്ടിട്ട് കണ്ണടം വെച്ചിട്ട് കോയ എന്താ ഇജാതി വർത്താനം പറഞ്ഞ കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു നാടകത്തിൽ അഭിനയിച്ച അന്ന് ബന്റെ സ്കൂൾ അതേമാതിരി അപ്പൊ ഇവിടെ കാട്ടിക്കുട്ടി എന്തിന്റെ കേടാണ് അതാണ് ഞാൻ ചോദിക്കണേ ഞാൻ എന്ത് കാട്ടിന്നാ സൂറജ് എന്റെ വാപ്പ ഈ അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഓരോരുത്തരെടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കണേ എന്തറിയാത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോപതി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടങ്ങറാണ് അത് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ അവിടെ ഇവിടെ പറയണ പൊട്ടും പൊളിയും ഒക്കെ കേൾക്കും എന്നിട്ട് അത് ഇങ്ങനെ വിസ്തരിച്ച് പ്രസംഗിക്ക അതല്ലേ നിങ്ങളുടെ പണി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം പറയും നിങ്ങള് ചോദ്യം ചോദിക്കണ ഈ വീടിന്റെ നമ്പർ ഇല്ലേ വീട്ടു നമ്പർ അതെത്രേ വീട്ടു നമ്പർ എത്രയെന്ന് അതിപ്പോ ഈ വീട്ടിലുള്ള ഒരാൾക്ക് അറിഞ്ഞാ മതി ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ആളാമ്പിയത് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇവിടെ അല്ലേ താമസിക്കണ പറയണ്ടേ ആ പോട്ടെ എന്റെ മോളുണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞോള് ഓളുടെ പേരെന്താ ഇയാത്തു ആ വീട്ടില് വിളിക്കണത് സ്കൂളിൽ വിളിക്കണ പേരെന്താ അതെ ഇക്ക് വിളിക്കേണ്ട പേരാണ് ഇക്കറണ്ടേ അത് ഞാൻ വിളിക്കണുണ്ടോ ആളിനെ അതാണ് എന്താണ് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയും എന്താ ഈ ചോദിക്കണത് ഇങ്ങക്ക് എന്തറിയോ ആവശ്യമുള്ളതൊന്നും അറിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇവിടെ നടന്ന് ഇങ്ങനെ പറയണോ ആൾക്കാരെ വെറുപ്പിക്കണോ അതാണ് നിങ്ങളുടെ ഉദ്ദേശം സൂറ ഞാൻ ആ ചെക്കൻ വർത്താനം പറഞ്ഞിട്ട് ദേഹം തളർന്നിട്ടാ ഞാൻ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ രാത്രിക്ക് രാത്രി ഇങ്ങനെ മരുന്ന് കഴിക്കണ്ടല്ലോ ഐക്ക് പ്രഷർ ഉള്ളതുകൊണ്ടാണ് അല്ലേ അതുപോലെ സുഖതേട്ടൻ എന്താ അസുഖം വന്നിട്ട് ഡോക്ടർ കൊടുത്ത മരുന്ന് കഴിക്കണേൽ ഇങ്ങക്ക് എന്താ ഞാനിപ്പോ ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ അത് കഴിച്ചടങ്ങറ് വരണ്ടാന്നല്ലേ ഇപ്പൊ പറഞ്ഞേ അയാൾ ഇവിടെ വന്ന് നിന്ന് തുള്ളുമ്പോ ഇന്റെ തൊലി ഉരിഞ്ഞു പോയി ചില സീസണില് ചില ജന്തുക്കളുടെ തൊലി സ്വയം അങ്ങനെ ഉരിഞ്ഞു പോവലുണ്ട് ഇപ്പൊ അത് വലിയ കാര്യമൊന്നല്ല നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി നാട്ടില് നടന്ന അതും പറയാൻ നടന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ വെക്ക് കാകടങ്ങറായിട്ടാ നിക്കണ ആ കട്ടൻ ചായ വെക്ക് ഞാൻ കുടിക്കട്ടെ വർത്താനം പറയാക്കണ്ട ഞാനക്ക് വേറെ കാര്യം അറിയണോ ഈ കട്ടൻ ചായയിൽ ഇടുന്ന ഈ തേയിലുണ്ടല്ലോ അതിലൊരു രാസവസ്തു ഉണ്ട് അതിന്റെ പേരറിയാൻ എനിക്ക് ഈ പിന്നോട് ഇത്ര ചോദ്യം ചോദിച്ചാലോ ആണോ ഒന്ന് പറയും ഈ കട്ടൻ ചായ വെക്കണമെങ്കിലേ നമ്മുടെ വീട്ടില് ഗ്യാസ് വേണോ ആ ഗ്യാസിന്റെ കുറ്റി തീർന്നിരിക്കയാണ് ഒരു കുറ്റി എടുക്കണമെങ്കിൽ എത്ര റുപ്യെന്ന് അറിയോ നിങ്ങക്ക് അറിയോ ആന്ന് പറയ് എന്നിട്ട് രാസവസ്തുവിന്റെ പറയും അപ്പൊ നിങ്ങക്ക് രാസവസ്തു ഇട്ട കട്ടൻ ചായ വേണോ വേണ്ടേ കട്ടൻ ചായ എടുക്ക് ഇനി അവിടെ ഇവിടെ പോയിട്ട് എന്താ പറഞ്ഞു അറിഞ്ഞാ നോക്കോ അങ്ങനെയുണ്ടോ എങ്ങനെ ഈ വിവരമില്ലാത്ത കുടുംബത്ത് ജീവിക്കല്
ആ അല്ല നല്ല വിശ്വാസം. പോയിക്കറ അള്ള പന്നി ഒരെണ്ണത്തിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ നടക്കൂല. ഞാൻ പറയൂല. ഞാൻ അന്റെ വാപ്പാനോട് പോയി ചോദിക്ക്. എന്താപ്പത് എപ്പ കുത്തിരിക്കണത്? ഈ മോട്ടർ വെള്ളം എടുക്കുന്നില്ലാന്ന്. മോട്ടർ വെള്ളം എടുക്കുന്നില്ല. എന്താ പറ്റിയത് മൂപ്പർക്ക്? നെട്ടെല്ലാം ലൂസായതോ നോക്കിയ. എന്താ പറ്റിയത്? ഇത് എന്ത് ലൂസായിട്ട് എന്താന്ന് ഇത് വെള്ളം എടുക്കുന്ന അറിയുന്നില്ല. നമ്മളെ ഇത് മോട്ടർ നന്നാക്കുന്ന സത്യശീലല്ലേ ഓൻ വിളിച്ചിട്ട് വരുന്നില്ല. എന്തിനാ സത്യശീലിനെ വിളിക്കണത്? ഇപ്പൊ വെള്ളം എടുക്കാത്ത മറ്റേ ഇത് നോക്കിയോ? ഫുട്ബോൾ അത് നോക്കി അതിന്റെ തകരാറൊന്നുമില്ല. അതൊന്നുമില്ല. ഇല്ല ഇല്ല. അല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഈ എയർ പിടിക്കുക പറഞ്ഞ, അതായത് ഈ മർദ്ദം, എയറിന്റെ മർദ്ദത്തിൽ ഈ സാധനം അങ്ങോട്ട് വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ട് എടുക്കൂല. അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടായിന്. അത് ഫിസിക്സ് ആണ്. അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. അത് കുഴപ്പമില്ലല്ലോ. പോയക്കറി അതിന്റെ റിപ്പയറിങ്. ഇതിനിപ്പോ സത്യശീലിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ അതെ ഇങ്ങോട്ട് മാറി എന്താ അത് സംഗതി വെച്ചാല് ഇതാദ്യം എന്ത് വല്ല ലൂസ് കണക്ഷൻ ഉണ്ടാ നോക്കണ്ടായി. കണക്ഷൻ അറിയില്ലെങ്കിൽ ചെയ്യണ്ട. എന്താപ്പത് ഇത്ര നിസ്സാര കാര്യം എന്നോട് പറയുന്നത്? തലപ്പുമ്പോ അങ്ങനെ നിക്കായിരുന്നേ. അത് കണസ ലൂസ് കണസനാണ്. അതാണ് ഇപ്പൊ ഇത് സംഗതി എടുക്കാത്ത. അതിനിപ്പോ നിങ്ങൾ ഇതൊക്കെ അയച്ചു മാറ്റിയായിരുന്നു. ഇപ്പൊ എന്നാ അങ്ങനെ അറിയില്ല. അതിനൊക്കെ ഇതണ്ടോ അതൊന്നാ ചെത്തിട്ട് ഒന്നാ 4 നാരും കൂടെ എടുത്തിട്ട് അത് നേരെ ചൊവ്വ അങ്ങടെ വച്ച കെട്ടി കഴിഞ്ഞ അങ്ങടെ മോട്ടറും ശരിയായി തോന്നാ ഒരു ഇതാ വേണ്ട. ഇപ്പൊ അതിന് ഇതാവൂല അല്ലേ? അതൊന്നും വേണ്ടേ. വേണ്ടേ? ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മളെന്താ ചെയ്യാച്ചാ അതെങ്ങനെ പിടിച്ചിട്ട് തണ്ട. വീട്ടുകാരൻ തമ്പാന്റെ ഭാര്യ പാർപ്പാരൻ രാജന്റെ കൂടെ ഒളിച്ചോടി പോയിതാ. അത് ഇതിന്റെ അപ്പുറം ഈ കൈപ്പണിക്കല്ലേ സിമെന്റ് കുഴക്കാനെല്ലാം ഒളിച്ചോടി പോകുന്നൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഞാൻ പിടിക്കടാ. പോയക്ക ഒരു സംഭവം പറഞ്ഞേങ്ങാ. എന്ത് ചെയ്തോലാ? ഒളിച്ചോടി പോയി. പറഞ്ഞൂടെ പുറത്തു? എല്ലാവർക്കും അറിയുന്നത് അറിയാ. നിങ്ങൾ കൂടെ ആട്ട ഒരു പാക്കറ്റ് ഉപ്പൂരിയിലോ. എഴുതി തരണോ തന്നു എന്ന് പറഞ്ഞിട്ട് നല്ലോണം മിണ്ടുന്ന ആളാ. എന്നോട് മിണ്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അത് ഞാൻ എന്ത് തെറ്റായത്? ആ കോട്ടൊക്കെ എന്താ പറ്റിയത്? ഒരക്ഷരം മിണ്ടുന്നില്ല. നല്ലോണം വർത്താനം പറയുന്ന ആളാ. കടലാസിൽ എഴുത്തിരുന്ന സാധനത്തിന്. അപ്പൊ നിങ്ങളൊന്നും അറിയല്ലേ? എന്താണ്? മൂപ്പർക്ക് ഷോക്കടിച്ചു. ഷോക്കടിച്ചാ?